ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ഇംഗ്ലീഷ്. മീ ആണ് സുധിലൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, ഷുവർ ക്വസ്റ്റ്യൻസ്. നമുക്കാണെങ്കിൽ ഒരു 60 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻസ് എല്ലാം പറയുന്നുണ്ട് മക്കളെ, എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ടാണ്. സോ എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണാം. യെസ്, ഒരിക്കലും മിസ്സാക്കല്ലേ, ഈ വീഡിയോ മിസ്സാക്കല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. സോ ഇവിടെ നോക്കാം. JPEGയുടെ ഫുൾ ഫോം എന്താ മക്കളെ? ജോയിന്റ് പിക്ചർ എക്സ്പെർട്സ് ഗ്രൂപ്പ് അല്ലെ. ജോയിന്റ് എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ പറയുന്നില്ല. ജോയിന്റ് പിക്ചർ എക്സ്പെർട്സ് ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് ഫോം നെറ്റ്വർക്കിന്റെ ഫസ്റ്റ് ഫോമിനെ വിളിക്കുന്ന പേരെന്തുവാടാ? ആർപ്പാനെറ്റ് ഇല്ലേ, ആർപ്പാനെറ്റ്. ഇത് ഫസ്റ്റ് 1 മാർക്കിന്റെ സെക്ഷൻ ആട്ടോ, 1 മാർക്ക് മാത്രമല്ല കേട്ടോ. ആർപ്പാനെറ്റ് ആണ് ഫസ്റ്റ് ഫോം നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എടുത്ത് നോക്കാം. എന്ത് ഐഡന്റിഫൈ എറർ ഫ്രം ദ ഫോളോയിങ് മക്കളെ? ഇവിടെ നോക്കാം. ഇൻകറക്റ്റ് പങ്ക്ച്വേഷൻ വരുവാണ്. ഏത് എറർ ആയിരിക്കും ഇവിടെ? ഏത് ടൈപ്പ് എറേഴ്സ് ആണ്? നമുക്ക് 3 ടൈപ്സ് എറേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സിൻടാക്സ് എറേഴ്സ്, ദെൻ ലോജിക്കൽ എറർ, ദെൻ എന്താണ് മക്കളെ? റൺ ടൈമർ അല്ലേ. 3 ടൈപ്സ് എറേഴ്സ് ഇല്ലേ. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് പങ്ക്ച്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? സെമിക്കോളൻ കൊടുത്തേ പോയില്ല. സെമിക്കോളൻ ഇല്ല എങ്കിൽ എന്ത് വരികട? അത് ഇൻകറക്റ്റ് പങ്ക്ച്വേഷൻ തരാം. അപ്പോൾ എന്താണ് അത്? സിൻടാക്സ്. റൂൾസ് ഫോളോ ചെയ്യുമ്പോൾ എറേഴ്സിൽ ഇൻകറക്റ്റ് പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ സിൻടാക്സ് എറർ അല്ലേ, സിൻടാക്സ് എറർ. നെക്സ്റ്റ്, ഇക്വേഷൻ ചേഞ്ച് എടുത്ത പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സം ഓഫ് 2 നമ്പേഴ്സിന്റെ പ്രോഗ്രാമിലാണെങ്കിൽ ഞാൻ സം ഇസിക്കൽ ടു A-B ഇട്ടു, A+B വരെ A-B2. അവിടെ എന്താണ്? ലോജിക്ക് തെറ്റായി, അഥവാ പ്രോഗ്രാമിന്റെ ഇക്വേഷൻ അഥവാ ലോജിക്ക് തെറ്റായി. അപ്പൊ എന്ത് വരികടാ? ലോജിക്കൽ എറർ. നെക്സ്റ്റ്, if C is equal to A divided by B, അപ്പൊ റൺ ടൈമിൽ എയുടെ വാല്യൂ 5 കൊടുത്ത് ബിയുടെ വാല്യൂ 0 കൊടുത്തു. അപ്പൊ 5 divided by 0 എന്താണ് മക്കളെ? ഇൻഫിനിറ്റ് ആണില്ല. അപ്പൊ എന്താണ് അത്? റൺ ടൈമർ അല്ലേ. റൺ ടൈമിലാണ് നമ്മൾ ഈ ഇൻഅപ്രോപ്രിയേറ്റ് വാല്യൂ കൊടുത്തത്. സോ എന്ത് വരിക്കുന്നത്? റൺ ടൈമർ ആയിരിക്കും. ക്ലിയർ? യെസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യെസ്, നെക്സ്റ്റ്, റൈറ്റ് ദ ഡ്യുവൽ ഓഫ് ദി ബൂളിയൻ എക്സ്പ്രഷൻ x plus y 0 ഹോൾ ദ കോംപ്ലിമെന്റ് y plus 1 plus 0.y. ഇത് വായിച്ചു വരുമ്പോൾ സമയം എടുക്കും. ഇവിടെ ഞാൻ ചെയ്യാം. ഇവിടെ നോക്കാം. x.1 0ക്ക് വരെ 1, ദെൻ കോംപ്ലിമെന്റ് ഡോട്ടിന് പകരം പ്ലസ്, നടുക്ക് ഇവിടെ ഡോട്ട് ആട്ടോ, ഡോട്ടിന് പകരം പ്ലസ് y+1 y+1 പ്ലസിന് പകരം ഡോട്ട്, ദെൻ 1 plus y. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, റൈറ്റ് ഇനി 1 എക്സാമ്പിൾ ഓഫ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ. എക്സാമ്പിൾ റൈറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ്സാക്കല്ല കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 5 plus 3 പ്ലസ് അല്ല ഒരു എക്സ്പ്രഷൻ എഴുതുക. അതായത് 5 into 2 divided by 2 plus 2.5. മക്കളെ എന്ത് വരികട? ലാസ്റ്റ് ഇതെല്ലാം ഇൻഡിജർ ഓപ്പറേഷൻ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇത് ഫ്ലോട്ട് ആവും അല്ലേ. അഥവാ ഇവിടെ എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇന്ത്യന്ന് ഫ്ലോട്ടിലോട്ട് കൺവെർട്ട് ആയി. സോ ഇതിനെന്ത് വിളിക്കടാ? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വിളിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേടാ? യെസ്. നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഡാഷ് ഫംഗ്ഷൻ യൂസ് ടു ഇൻപുട്ട് സ്ട്രിംഗ് വിത്ത് സ്പേസ്. നമുക്ക് വൈറ്റ് സ്പേസ് അടക്കമുള്ള സ്ട്രിംഗ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്തുവാടാ? ഗെറ്റ്സ് ഫംഗ്ഷൻ അല്ലേ. ഗെറ്റ്സ് ഫംഗ്ഷൻ ആയിരിക്കും. ക്ലിയർ? യെസ്. നെക്സ്റ്റ്, ദ സ്കോപ്പ് ഓഫ് വേരിയബിൾ ഡിക്ലെയർ വിത്തിൻ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനുള്ളിൽ കൊടുക്കുന്ന വേരിയബിളിനെ വിളിക്കുന്ന പേരെന്താണ്? ലോക്കൽ വേരിയബിൾ. ക്ലിയർ? യെസ്. ഓക്കെ. നെക്സ്റ്റ് മക്കളെ, റാം റോം ഡിഫറൻസ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. റാം എന്ന് പറയാൻ ഫാസ്റ്റർ ആണ്, റോം വളരെ സ്ലോ മെമ്മറിയാണ്. റാമിനകത്ത് OS സ്റ്റോർ ചെയ്യുന്നുണ്ട്, OS ഫയൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഫയൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. റോമിനകത്ത് ബൂട്ടപ്പ് പ്രോഗ്രാംസ് മാത്രം. റാം ആണെങ്കിൽ റീഡിങ് റൈറ്റിംഗ് അലോഡാണ്. റോം ആണെങ്കിൽ റീഡിങ് റൈറ്റിംഗ് അല്ല, റീഡിങ് മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. റീഡ് ഓൺലി മെമ്മറിയാണ്. നെക്സ്റ്റ്, റാം ആണെങ്കിൽ മക്കളെ എന്താണ്? റാം എന്ന് പറഞ്ഞാൽ വോൾട്ടൈൽ മെമ്മറിയാണ്. കമ്പ്യൂട്ടറിന് പവർ ഓഫ് ആക്കി കഴിഞ്ഞാൽ കണ്ടൻസ് ലോസ് ആയി പോകും. പക്ഷേ റോം എന്താ മക്കളെ? നോൺ വോൾട്ടൈൽ മെമ്മറിയാണ്. കണ്ടൻസ് ലോസ് ആയി പോകത്തില്ല കമ്പ്യൂട്ടർ പവർ ഓഫ് ആക്കി കഴിഞ്ഞാൽ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. റൈറ്റ് ഇൻ അൽഗോരിതം ടു ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ ഒരു അൽഗോരിതം പറയുകയാണ്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താണ്? ഇൻപുട്ട് n ഇൻപുട്ട് കൊടുക്കുക. സ്റ്റെപ്പ് 3 ലൂപ്പ് കൺട്രോൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തു, സമ്മിന്റെ വാല്യൂം ഇനിഷ്യലൈസ് ചെയ്തു അല്ലേ.
നെക്സ്റ്റ് നമുക്കുള്ള സ്റ്റെപ്പ് 4 വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. റിപ്പീറ്റ് സ്റ്റെപ്പ് 5 and 6. ഏതൊക്കെ സ്റ്റെപ്പ് കൊടുക്കേണ്ടി വരുടാ? അഥവാ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇല്ലേ, സമ്മിൻ്റെ ഇക്വേഷൻ എന്താണ്? എസ് ഇസ് ഇക്വൽ ടു എസ് പ്ലസ് ഐ, ലൂപ്പ് കൺട്രോൾ വരുന്നത് അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 എന്താ മക്കളെ? ഐ ഇസ് ഇക്വൽ ടു ഐ പ്ലസ് 1. സ്റ്റെപ്പ് 7 എന്താടാ? പ്രിന്റ് സം. സ്റ്റെപ്പ് 8 സ്റ്റോപ്പ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കല്ലേ. നെക്സ്റ്റ് റൈറ്റ് ദ റോൾ ഓഫ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ C++ പ്രോഗ്രാം. എന്താണ് ഇഫ് സ്റ്റേറ്റ്മെന്റ് റോൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നമ്മളെ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയല്ലേ. അപ്പം അതാണ് ഈ റോൾ എന്ന് പറഞ്ഞാൽ. റീറൈറ്റ് ദ ഫോളോയിങ് C++ കോഡ് യൂസിങ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് ഉപയോഗിച്ച് റീറൈറ്റ് ചെയ്ത് നോക്കാം. റിസൾട്ട് ഇസിക്കൽ ടു ബാച്ച് ഇസിക്കൽ ടു 1. ബാച്ച് ഇസിക്കൽ അവിടെ എന്താ മക്കളെ? ഇവിടെ ബാച്ച്, ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്താ മക്കളെ? ബാച്ച് ഇസിക്കൽ ടു 1 ആണല്ലേ. അപ്പം ഇഫ് ബാച്ച് ഇസിക്കൽ ടു 1 കൊടുക്കുക. ബാച്ചിന്റെ വാല്യൂ 1 ആണെങ്കിൽ സി ഔട്ട് എന്തുവായിരിക്കും? എ പ്രിന്റ് ചെയ്യും. അല്ല എങ്കിൽ സി ഔട്ട് ബി പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ്സാക്കല്ലേ. നെക്സ്റ്റ് വാട്ട് ഡു വി നീഡ് അറേ ഇൻ C++. അറേയുടെ നീഡ് എന്താ മക്കളെ? അറേയുടെ നീഡ് എന്താടാ? അറേന്ന് ടു സ്റ്റോർ മൾട്ടിപ്പിൾ വാല്യൂസ് ഇൻ എ സിംഗിൾ വേരിയബിളിനെ, അഥവാ സെയിം ടൈപ്പിലുള്ള ഡേറ്റ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡെറൈവ്ഡ് ഡേറ്റ ടൈപ്പ് മക്കളെ എന്ത്? അറേ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിന്റെ അറേയുടെ ഡിക്ലറേഷൻ എങ്ങനെയാണ് മക്കളെ? ഡേറ്റ ടൈപ്പ്, അറേ നെയിം, സ്ക്വയർ ബ്രാക്കറ്റിൽ സൈസ്. യെസ്, ഓക്കെ. ഡിസ്റ്റിങ്വിഷ് പിന്നെ ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഫോർമൽ ആണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സ് കേട്ടോ. ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്തായിരിക്കടാ? ദ വേരിയബിൾസ്, ഓർത്തിരിക്കുക, ദ വേരിയബിൾസ് ഓർ കോൺസ്റ്റൻസ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ഫങ്ഷൻ കോളിംഗ്. അതാണ് ആക്ച്വൽ ആർഗ്യുമെന്റ്. ഫോർമൽ ആർഗ്യുമെന്റ് നോക്കളെ, വേരിയബിൾസ് യൂസ്ഡ് ഇൻ ഫങ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇതിൻ്റെ തന്നെ കേട്ടോ. ഡ്രോ ദ ലോജിക്കൽ സിമ്പിൾ ഓഫ് ട്രൂത്ത് ടേബിൾ ആൻഡ് ട്രൂത്ത് ടേബിൾ ഓഫ് നാൻഡ് നോർ. നാൻഡ് നോർ എന്തുകൊണ്ട് യൂണിവേഴ്സ്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നാൻഡ് നോറിൻ്റെ സ്പെഷ്യാലിറ്റീസ് അവിടെ റൈറ്റ് ചെയ്ത് വെക്കുക. എന്താണ് പിന്നെ ആൻഡ്രോയിഡ് OSന്റെ ഫീച്ചേഴ്സ്? ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് OSന്റെ ആ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്യുന്നത്? ഗൂഗിളാണ് ആൻഡ്രോയിഡിലുള്ള സോഫ്റ്റ്വെയർ, ആൻഡ്രോയിഡിലുള്ള ആപ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്താണ്? ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സുകളെല്ലാം റൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് മക്കളെ ഈ ഒരു നമ്പറിനെ ഡിവൈഡ് എന്താണ് ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുക. 27.625 എന്ന് പറയുന്നതാണ്. 27നെ ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. 0.625 എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം മക്കളെ? നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? 0.625നെ നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാം മക്കളെ? നമുക്കാണെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. 0.625 × 2 എന്തുവായിരിക്കും? 5 × 2 10, 2 × 2 2 × 2 4 4 + 1 5 വരും. 6 × 2 12 വരും. 1 റിമൈൻഡർ വരും. അപ്പോൾ 1 എടുത്ത് ഇവിടെ റിമൂവ് ചെയ്തിട്ട് റൈറ്റിൽ എഴുതുക അല്ലേ. നെക്സ്റ്റ് 0.250 × 2 2 × 0 0, 2 × 5 10, 2 × 2 4 + 1 5 വരും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എടുത്ത് നോക്കാം. 2 × 0 0, 2 × 0 0, 2 × 5 10, റിമൈൻഡർ 1, 2 × 0 0 0 + 1 1 അല്ലേ. അപ്പോൾ എന്തായിരിക്കും? 1 റിമൂവ്. അപ്പോൾ എന്താണ്? 0.101 അല്ലേ. 0.10. അപ്പോൾ 27 എന്തായിരിക്കും? 27 ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ 27 ആകുമ്പോൾ 13, റിമൈൻഡർ 1. നെക്സ്റ്റ് 6 റിമൈൻഡർ 1. നെക്സ്റ്റ് 3 റിമൈൻഡർ 1, 0, 1 റിമൈൻഡർ 1. ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് 0 റിമൈൻഡർ 1. അപ്പോൾ എന്തായിരിക്കും? 1 1 0 0 താഴെ നിന്ന് മുകളിലോട്ട് കേട്ടോ. 1 1 0 1 1.101. ക്ലിയർ? യെസ്. നെയിം ഇനി ബ്രൗസർ. ഒരു ബ്രൗസറിൻ്റെ പേര് റൈറ്റ് ചെയ്യാം മക്കളെ. ബ്രൗസറിൻ്റെ പേര് എന്തൊക്കെ അറിയാം? ക്രോം, അതൊരു എക്സാമ്പിളാണ്, ക്രോം. ഓക്കെ, ദെൻ സഫാരി, അതൊരു എക്സാമ്പിളാണ് കേട്ടോ. ദെൻ ഒപ്പേറ മിനി ഉണ്ട്. ഏതെങ്കിലുമൊക്കെ റൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ് മക്കളെ? EPS എന്ന് പറയുക. EPS അഥവാ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനും ഇടയ്ക്കുള്ള ഒരു ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ആണ് മക്കളെ എന്ത്? EPS എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താണ്
അപ്പോൾ അത്തരത്തിൽ EPS എന്ന് പറയുന്നത് EPSന് എക്സാമ്പിൾസ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഫോൺ പേ, ഗൂഗിൾ പേ, UPI എല്ലാം ഇവിടെ പറയടാ. EPSന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും അല്ലേ? യെസ്, അത് ഓർത്തിരിക്കുക. യെസ്. നെക്സ്റ്റ് വെക്കാം, റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് ദി ലൂപ്പ് ഫ്രം ദി ഫോളോയിങ്. മക്കളെ ഇതിനകത്ത് എന്താണ് എലമെന്റ്സ് കേൾക്കടാ? I = 1 എന്താടാ? ഇനിഷ്യലൈസേഷൻ. I less than 10 എന്താ മക്കളെ? ടെസ്റ്റ് എക്സ്പ്രഷൻ. C/I എന്താ മക്കളെ? ബോഡി ഓഫ് ദി ലൂപ്പ്. നെക്സ്റ്റ് I + 2 എന്താ മക്കളെ? I + 2 എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ? ഓക്കെ അല്ലേ? സെറ്റ്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കണം കേട്ടോ. ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കണം. അതിലൊരു മടിയും വിചാരിക്കണ്ട. യെസ്. നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. യൂട്ടിലിറ്റി കമ്പോണൻസ് കംപ്രഷൻ ടൂൾ. ലാർജ് ഫയൽ സൈസുള്ള ഫയലിനെ സ്മോൾ സൈസുള്ള ഫയലാക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് കംപ്രഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്ത പറയുന്നത്? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയാൽ വൈറസിനെ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. എന്താണ് അടുത്ത? ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് പറഞ്ഞാൽ ആ ഡിസ്കിലുള്ള ഫയൽസ് റീഅറേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് പറഞ്ഞാൽ. എന്താണ് മക്കളെ അടുത്ത ഈ പറഞ്ഞിട്ടുള്ള ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയാൽ ഡിസ്ക് ഇൻഫർമേഷൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫോം എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മക്കളെ എന്ത് ഈ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണിത് ബാക്കപ്പ് സോഫ്റ്റ്വെയർ അല്ലെ? ഓർത്തിരിക്കുക. യെസ്. നെക്സ്റ്റ് ക്ലാസിഫൈങ് ദ ടൈംസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇവിടെ ആൻഡ്രോയിഡ് മക്കളെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് മക്കളെ. അത് ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു OS അല്ലയോ? OS ഏതിന്റെ കാറ്റഗറി വരുന്നതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രൊസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇത് മൂന്ന് എവിടെ വരുന്നതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ വരുന്നില്ലേ? അപ്പോൾ എന്തൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ദെൻ MS വേർഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മക്കളെ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മുടെ വേർഡ് പ്രോസസ് സോഫ്റ്റ്വെയർ പാക്കേജ് അല്ലയോ? അപ്പോൾ എന്തായിരിക്കും? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വിൻസിപ്പ് ഇതിന്റെ എക്സാമ്പിൾ മക്കളെ കംപ്രഷൻ ടൂളിന്റെ ഒരു എക്സാമ്പിൾ ആണ് വിൻസിപ്പും വിൻട്രാറും ഒക്കെ കേട്ടോ. അപ്പോൾ കംപ്രഷൻ ടൂൾ എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്? നമ്മുടെ ആണെങ്കിൽ ഈ പറഞ്ഞ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വരുന്നതാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എവിടെ വരുന്നതാടാ? സിസ്റ്റം സോഫ്റ്റ്വെയർ വരുന്നതാണ്. ഓർത്തിരിക്കുക. നെക്സ്റ്റ് കാസ്പറസ്കി, അതൊരു ആന്റിവൈറസ് ആണ്. ഈ ആന്റിവൈറസ് എവിടെ വരുന്നതാണ് മക്കളെ? ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കംപ്രഷൻ ടൂളിൽ നമ്മുടെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വരുന്നതാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വിൻഡോസ്, അത് OS ആണ്, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പൺ ഓഫീസ് ഇംപ്രസ് നമുക്ക് അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലുള്ള. യെസ്. നെക്സ്റ്റ് VLC മീഡിയ പ്ലെയർ നമ്മളെ അതും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലേ? അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ടോ? ഡീബഗിങ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീനിലാണ്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മക്കളെ എന്ത്? ഡീബഗിങ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സോഴ്സ് കോഡിനെ എന്താണ്? സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. യെസ്, ഒബ്ജക്റ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഓക്കെ. എക്സ്പ്ലെയിൻ പ്രീ പ്രൊസസ്ഡ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താ മക്കളെ പ്രീ പ്രൊസസ്ഡ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒരു കമ്പൈലർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രീ പ്രൊസസ്ഡ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. കമ്പൈലറിന് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക എന്ന് പറയാം. അഥവാ നമുക്കാണെങ്കിൽ ആക്ച്വൽ കമ്പൈലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് കമ്പൈലറിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മക്കൾ എന്ത്? പ്രീ പ്രൊസസ്ഡ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. എക്സാമ്പിൾ പറയുകയാണ് ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡെഫ്. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ഓഫ് പ്രീ പ്രൊസസ്ഡ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. മറന്നു പോവല്ലേ? നെക്സ്റ്റ് അടുത്ത് നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് C++ വൈ ലൂപ്പ് റീറൈറ്റ് ചെയ്യട്ടോ. ഇതൊക്കെ ഏത് സെക്ഷനിൽ വേണമെങ്കിലും കേട്ടോ. ഇവിടെ സം ഈസ് ഈക്വൽ ടു 0 നമ്മളെ കൊടുക്കൂ. നെക്സ്റ്റ് വൈ ലൂപ്പ് അല്ലേ? അപ്പം ഇനിഷ്യലൈസേഷൻ നമുക്ക് I = 1 അല്ലേ? അത് കൊടുത്തു. നെക്സ്റ്റ് വൈല് ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ I less than 5 കൊടുത്തു. കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് I, ദെൻ I plus equal to 2, കേർലി ബ്രേസ് ക്ലോസ് ചെയ്ത് CO സം. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഡു വൈൽ വർക്കിങ്ങിൻ്റെ എക്സാമ്പിൾ. അതിൻ്റെ സിൻറ്റാക്സ് പറയുക. അവിടെ സിൻറ്റാക്സ് പഠിച്ചു. സിൻറ്റാക്സ് നമ്മളെ ഇനിഷ്യലൈസേഷൻ ഡു ബോഡി ഓഫ് ദി ലൂപ്പ്. ഓക്കെ. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, കേർലി ബ്രേസ് ക്ലോസ് ചെയ്തു, വൈൽ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ. അപ്പോൾ ഒരു സിൻറ്റാക്സും ഒരു എക്സാമ്പിളും ഇവിടെ പഠിച്ചു വെച്ചേക്കുക, അവിടെ എഴുതി വെച്ചേക്കുക.
ഓക്കെ. നെക്സ്റ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റൗട്ടറും ഗേറ്റ് വേ. റൗട്ടറും ഗേറ്റ് വേയും ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് നെറ്റ്വർക്ക്സ്, രണ്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്കിലുള്ള, രണ്ട് സെയിം ടൈപ്പിലുള്ളതും സെയിം പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നതാണ് റൗട്ടർ എന്ന് പറഞ്ഞാൽ. എന്തുവാണ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ? രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതും ഡിഫറെൻറ്റ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന നമുക്ക് എന്ത് ഈ പറഞ്ഞുള്ള ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് എടുത്ത് നോക്കാം. ബ്രീഫ്ലി നോട്ട് ട്രോജൻ ഹോഴ്സ് ഹാക്കിംഗ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കണം? സെൽഫായിട്ട് റെപ്ലിക്കേറ്റീവ് ആണ്. നമുക്ക് ഒരു സോഫ്റ്റ്വെയറിന് കൂടെ അറ്റാച്ച് ആകുന്ന ഒരു പ്രോഗ്രാമാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഫയൽസ് ഒക്കെ ഡിസ്ട്രോയ് ആകുക അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു ഒരു പ്രോഗ്രാമാണെന്ത് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ബിഹേവിയർ ഓഫ് നെറ്റ്വർക്കിനെ നോർമൽ ബിഹേവിയറിനെ ആണെങ്കിൽ മറ്റൊരു ബിഹേവിയറോട്ട് എത്തിക്കുക. അതാണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഹാക്കിംഗ് എത്ര ടൈപ്സ് ഉണ്ട്? 3 ടൈപ്സ് ഉണ്ട്. വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, ഗ്രേ ഹാറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ അഡ്വാൻറ്റേജ് ബ്രിങ്സ് പീപ്പിൾ ടുഗദർ, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവൻറ്റ്സ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ കണ്ടുവരാറുണ്ട്. നമ്മുടെ ഈ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടുവരാറുണ്ട് കേട്ടോ. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കല്ലേ. ഓക്കെ. നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് റൈറ്റിന് 2 അഡ്വാൻറ്റേജ്. സോറി അതല്ല. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് നമ്മളെ കണ്ടാ. വേർഡ് പ്രൊസസ് സോഫ്റ്റ്വെയർ പാക്കേജ് ഉണ്ട്. പിന്നെ അടുത്ത് നോക്കാം. ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ഉണ്ട്, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഉണ്ട്, ഈ പറഞ്ഞ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലെങ്കിലും 3 ഇതിന് എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നല്ല വെയിറ്റുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 5 മാർക്കിൻ്റെ ഒക്കെ വരാം. നെക്സ്റ്റ് റൈറ്റ് ആൻഡ് അൽഗോരിതം ഡിഫൈൻഡ്. നമ്പർ ഈസ് പോസിറ്റീവ്, നെഗറ്റീവ്, 0. നമുക്ക് ചെയ്തു നോക്കാം. സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താണ്? ഇൻപുട്ട് നമ്പർ. സ്റ്റെപ്പ് 3 എന്താടാ? ഇഫ് നം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രിന്റ് എന്തുമായിരിക്കടാ? പ്രിന്റ് പോസിറ്റീവ്. എൽസ് ഇഫ് നം ലെസ് ദാൻ 0 ആണെങ്കിൽ പ്രിന്റ് നെഗറ്റീവ്. എൽസ് ഒന്നുമല്ല, നമ്മ 0 വലുതുമല്ല ചെറുതുമല്ല, അപ്പൊ എന്തുമായിരിക്കടാ? പ്രിന്റ് 0. സ്റ്റെപ്പ് 4 സ്റ്റോപ്പ്. വരടയില്ലടാ. യെസ്. നെക്സ്റ്റ് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് നമ്പർ ഫ്രം 1 to 10 യൂസിങ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്താണ് ചെയ്യുക? ഇവിടെ നോക്കടാ, ഒന്നുമില്ല. സ്റ്റെപ്പ് 1 നോക്കാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ഇല്ലേ? എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് അല്ലേ? അപ്പം എന്താ? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്താ മക്കളെ? സ്റ്റെപ്പ് 2 എന്താണ്? റെക്റ്റാങ്കിൾ ആണല്ലേ? അപ്പൊ n = 1. നെക്സ്റ്റ് ഇൻപുട്ട് അല്ല, അവിടെ നിന്ന് ഡിസിഷൻ ആണല്ലേ? അപ്പൊ n = 1. ഡിസിഷൻ അല്ല, അതിന് മുന്നേ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്താണ്? അതിന് മുന്നേ എന്താണ്? പ്രിന്റ് n കേട്ടോ. പ്രിന്റ് n തന്നെ. പ്രിന്റ് n. ഓക്കെ. then n = n+1. നെക്സ്റ്റ് ഡിസിഷൻ ഈസ് n less than or equal to 10. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എങ്ങോട്ട് പോകും മക്കളെ? താണ്ട് ഇങ്ങോട്ട് പ്രിന്റ് എന്നിലോട്ട് പോകും. പ്രിന്റ് എന്നിലോട്ട് പോകും. പേനൊരു കംപ്ലൈൻറ്റ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മക്കളെ സ്റ്റോപ്പ് ആയിരിക്കും കേട്ടോ. ഓക്കെ. യെസ്, അത് നോക്കിയിരിക്കുക. നെക്സ്റ്റ് ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ആ ഫേസ് ലിസ്റ്റ്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്, കോഡ് ദ പ്രോഗ്രാം യൂസ് പ്രോഗ്രാം ലാംഗ്വേജ്, ട്രാൻസ്ലേഷൻ, ഡീബഗിംഗ്, എക്സിക്യൂഷൻ, ടെസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ. ആ ലിസ്റ്റ് ചെയ്ത് ഓർഡർ തന്നെ പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. നെക്സ്റ്റ് ഐഡന്റിഫയർ എന്താണ്? അതിൻ്റെ റൂൾസ് കേട്ടോ. അതിൻ്റെ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്സാക്കി കൂടാൻ പറ്റാത്തൊരു ഐറ്റംസ് ആണ് ഐഡന്റിഫയർ അതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞിട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ്. ഐഡന്റിഫയർ റൂൾസ് എന്താ? റൂൾസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് കൊണ്ട് അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള, നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരു ഐഡന്റിഫയർ എന്തൊക്കെ മാത്രമേ ഉള്ള? ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് മാത്രമേ, അണ്ടർസ്കോർ മാത്രമേ കാണുള്ളൂ. കീവേഡ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ റൂൾസ് എല്ലാം ഇവിടെ പറഞ്ഞു കൊടുക്കുക. എക്സാമ്പിൾ സഹിതം പറഞ്ഞു കൊടുക്കുക കേട്ടോ. യെസ്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. പിന്നെ മക്കളെ എന്താണ്? ഈ ഒരു ബോക്സ് പഠിച്ചിരിക്കുക. സ്വിച്ചും എൽസ് ഇഫ് ഡിഫറൻസ്. ഈ ഒരു ബോക്സ് പഠിച്ചിരിക്കുക കേട്ടോ. യെസ്, ഈ ഒരു ബോക്സ് പഠിച്ചിരിക്കുക. മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എസ്കേപ്പ് സീക്വൻസ് ഏതെങ്കിലും 3-4 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഒരിക്കലും മിസ്സാക്കി കൂടാൻ പറ്റാത്തൊരു ഐറ്റംസ് ആണ്.
ഓക്കെ. ഇഫ് യു ആർ അഡ്വൈസ് ഇൻ കമ്പ്യൂട്ടർ ലാബ്, നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ലാബിലാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് അഡ്വൈസ് ചെയ്യുകയാണ് ഏത് ടോപ്പോളജി യൂസ് ചെയ്യാം, നമുക്ക് സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്യില്ലേ, സ്റ്റാർ ടോപ്പോളജി യൂസ് ചെയ്യാം. കാരണം ഏറ്റവും ബെറ്റർ നമുക്ക് സ്റ്റാർ ടോപ്പോളജിയാണ്, നമുക്ക് ബെറ്റർ നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർ ടോപ്പോളജിയാണ് കേട്ടോ. അപ്പോൾ ആ സ്റ്റാർ ടോപ്പോളജിയുടെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടോ അഡ്വാൻറ്റേജ് എല്ലാം റൈറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. യെസ്. നെക്സ്റ്റ് അടുത്ത് നോക്കാം. നെക്സ്റ്റ് എ വേരിയബിൾ അസോസിയേറ്റ് വിത്ത് 2 വാല്യൂസ്, നമുക്ക് എന്താണ് ആർ വാല്യൂ എൽ വാല്യൂ. എന്താണ് ആർ വാല്യൂ എന്ന് പറയുന്നത്? മെമ്മറി അഡ്രസ്സ്. എൽ വാല്യൂ നമുക്ക് ആർ വാല്യൂ എന്ന് പറയുന്നത് കണ്ടന്റ്, ആർ വാല്യൂ കണ്ടന്റ്, എൽ വാല്യൂ നമ്മളെ മെമ്മറി അഡ്രസ്സ്. നെക്സ്റ്റ് ഡിഫൈൻ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് വേരിയബിൾ ഇസ് ഈക്വൽ ടു വാല്യൂ, അഥവാ ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 5. നെക്സ്റ്റ് വാട്ട് ഈ മീൻ ബൈ ഗാർബേജ് വാല്യൂസ്. എന്താണ് ഗാർബേജ് വാല്യൂസ്? നമ്മളെ ഗാർബേജ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ഇപ്പോൾ ഒരു മെമ്മറി വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന അൺനോൺ വാല്യൂസിനെ വിളിക്കുക, അവിടെ കയറുന്ന അൺനോൺ വാല്യൂസിനെ വിളിക്കുന്ന പേര് നമുക്ക് എന്ത്? ഗാർബേജ് വാല്യൂസ് അല്ലേ. ഒന്ന് ഓർത്തിരിക്കുക, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്. ഡിഫൈൻ നെറ്റ്വർക്ക് പ്രോട്ടോകോൾ. നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന എന്താണ് സെറ്റ് ഓഫ് റൂൾസിനെ വിളിക്കുന്ന പേരാണ്. നെറ്റ്വർക്കിലൂടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് റൂൾസിനെ വിളിക്കുന്ന പേരാണ് നെറ്റ്വർക്ക് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ. അതിനകത്ത് TCP/IP പ്രോട്ടോക്കോളും HTTP പ്രോട്ടോക്കോളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ അടുത്ത് നോക്കടാ എന്താണ് മാക് അഡ്രസ്സ്, അതൊന്ന് എക്സ്പ്ലനേഷൻ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കളെ എന്താണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് 60 മാർക്ക്, ഒരു 57 മുതൽ ഒരു 55, 57, 60 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ മിസ്സാക്കല്. ഇതേപോലെ കാരണം +1 CS +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും എന്താണ് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറയാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു അവിടെ ഫൈനൽ എക്സാമിന്, നമ്മുടെ ഈ പറഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചത്. അതുകൊണ്ട് ഒരിക്കലും ഈ വീഡിയോ മിസ്സാക്കല്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ.